ഹായ് ഫ്രണ്ട്സ്, മീറ്റ് മിസ്റ്റർ രാഹുൽ ആൻഡ് ശുഭം. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളും ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ സ്റ്റുഡൻസുമാണ്. MBA ചായ്വാല എന്ന സ്ഥാപനം അവരുടെ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിരുന്നു. മാത്രവുമല്ല, അവരുടെ ബിസിനസ് മോഡലും ആ കാലയളവിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനുമായിരുന്നു. രാഹുലിനും ശുഭത്തിനും അതുപോലെ ഇൻസ്പിറേഷൻ ആയിരുന്നു അവരുടെ ആ ബിസിനസ് മോഡൽ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ കഴിഞ്ഞ് അതുപോലെ ഒരു ബിസിനസ് ചെയ്യണം എന്നവർ ആഗ്രഹിച്ചു. ഫൈനൽ ഇയർ കഴിഞ്ഞ് രണ്ടുപേരും ഓരോ ബർഗർ ഷോപ്പും ആരംഭിച്ചു. എന്നാൽ രണ്ടുപേരുടെയും വർക്കിംഗ് സ്ട്രാറ്റജി കുറച്ച് വ്യത്യസ്തമായിരുന്നു. രാഹുൽ തന്റെ ബർഗർ ഷോപ്പിൽ എല്ലാ ജോലികളും തനിയെ ചെയ്യാൻ തീരുമാനിച്ചു. ഫോർ എക്സാമ്പിൾ, ഫുഡ് ഓർഡർ ചെയ്യുന്നത്, ബർഗർ ഉണ്ടാക്കുന്നത്, ഫുഡ് ഡെലിവർ ചെയ്യുന്നത്, അങ്ങനെ ആ ഷോപ്പിലുള്ള എല്ലാ ജോലികളും തനിയെ ചെയ്തു പോന്നു. ഇതിലൂടെ തനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നാണ് രാഹുൽ കരുതിയിരുന്നത്. എന്നാൽ ശുഭമാകട്ടെ മാർക്കറ്റിനെ നന്നായി മനസ്സിലാക്കിയിരുന്നു. എപ്പോഴും ക്രൗഡിയായ സ്ഥലം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയ ആളുകൾ, എല്ലാവരും നന്നേ ബിസി. ഇത് മനസ്സിലാക്കിയ ശുഭമാകട്ടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയ ആളുകൾക്ക് വേണ്ടി നല്ല ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു കുക്കിനെയും 2 വെയിറ്റേഴ്സിനെയും നിയമിച്ചു. കൂടാതെ ക്യാഷ് കൗണ്ടർ ശുഭം തന്നെ കൈകാര്യം ചെയ്തു. അതിലൂടെ ശുഭത്തിന്റെ ബിസിനസ് നല്ല സ്മൂത്തിയായി നടന്നു. കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത ഫുഡ് ഒരു ഡിലേയും കൂടാതെ ടൈമിന് ടേബിൾ ഡെലിവറി ആയതോടെ കസ്റ്റമേഴ്സും ഹാപ്പി ആൻഡ് ശുഭത്തിന് നല്ല റിവ്യൂസും കിട്ടി. ഇങ്ങനെ തന്നെ 1 വർഷത്തോളം കടന്നുപോയി. രാഹുൽ ഇപ്പോഴും അതേ സ്ട്രാറ്റജി തുടർന്നു. എന്നാൽ ഇപ്പോഴാണ് രാഹുലിന് തന്റെ അബദ്ധം മനസ്സിലായത്. തന്റെ ചിന്താഗതി തിരുത്താനും തീരുമാനിച്ചു. കാരണം ഒരുപാട് തവണ തന്റെ കസ്റ്റമേഴ്സ് ഭക്ഷണം വൈകിയതിന്റെ പേരിൽ ദേഷ്യത്തോടെ തന്റെ ഷോപ്പ് ഉപേക്ഷിച്ച് പോവുകയുണ്ടായി. ഇത് മനസ്സിലാക്കിയ രാഹുൽ 1-2 എംപ്ലോയീസിനെ ജോലിക്ക് വെച്ചു. എന്നാൽ ശുഭം ഈ കാലയളവിൽ രാഹുലിനെക്കാളും തന്റെ ബിസിനസ്സിൽ ബഹുദൂരം പിന്നിട്ടിരുന്നു. ഇപ്പോൾ ശുഭത്തിന്റെ ഷോപ്പിൽ 5 വെയിറ്റേഴ്സ്, 3 കുക്ക്, കൂടാതെ ഒരു മാനേജറും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ശുഭം തന്റെ ഷോപ്പ് യുണീക്ക് സ്റ്റൈലിൽ ഡെക്കറേറ്റും ചെയ്തിരുന്നു. കസ്റ്റമേഴ്സ് രാഹുലിന്റെ ഷോപ്പിൽ പോകുന്നതിലും കൂടുതൽ ശുഭത്തിന്റെ ഷോപ്പിൽ പോകാൻ പ്രിഫർ ചെയ്തിരുന്നു. ഇങ്ങനെ ശുഭം പീപ്പിൾ ലിവറേജിലൂടെ വളരെ വേഗത്തിൽ സക്സസ് നേടിയെടുത്തു. അതായത് മറ്റുള്ളവരുടെ ഹെൽപ്പ് വാങ്ങി ഒരു ടീം വർക്കിലൂടെ വളരെ വേഗം സക്സസ് സ്വന്തമാക്കി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെറും ഒരു കഥ മാത്രമാണ്. ഞാൻ ഒരുപക്ഷെ റിലയൻസ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ മുകേഷ് അംബാനിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വരും അല്ലേ? ഇനി ആമസോൺ എന്നാണെങ്കിലോ ജെബോസിന്റെ ഇമേജ് വരും അല്ലേ? എന്നാൽ ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇവർ രണ്ടുപേരും മാത്രം വിചാരിച്ചത് കൊണ്ടാണോ ഈ 2 കമ്പനികളും സക്സസ് ആയി റൺ ചെയ്തത്? അല്ല. ഈ 2 കമ്പനികളും പീപ്പിൾ ലിവറേജ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇത്രയും വലിയ സക്സസ് നേടാൻ കഴിയില്ലായിരുന്നു. ഇതുപോലെ സക്സസ് ആയിരിക്കുന്ന എല്ലാ കമ്പനികളുടെയും സക്സസിന്റെ ക്രെഡിറ്റ് ഓണേഴ്സിന് മാത്രമല്ല, മറിച്ച് അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അവകാശപ്പെട്ടിരിക്കുന്നു. പണക്കാരനാകാനുള്ള ഫസ്റ്റ് സീക്രട്ട്, യൂസ് പീപ്പിൾ ലിവറേജ്. ഇത് മാത്രമാണ് ഫാസ്റ്റായി സ്വന്തമാക്കാൻ സഹായിക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ്, അതർ പീപ്പിൾസ് മണി. ഇതിനും ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരു 10 വർഷം മുമ്പ് എൻ്റെ സുഹൃത്തിൻ്റെ വീടിനടുത്തായി തന്നെ ഒരു മെയിൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ നല്ല മനോഹരമായ ഒരു പ്ലോട്ടും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം അതിന്റെ ഓണർ ആ പ്ലോട്ട് വിൽക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഡൽഹിയിലെ തന്റെ എല്ലാ പ്രോപ്പർട്ടിയും വിറ്റ് തന്റെ നാട്ടിലേക്ക് താമസം മാറാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇതറിഞ്ഞ എന്റെ സുഹൃത്തിന്റെ അച്ഛൻ എങ്ങനെയും ആ പ്ലോട്ട് വാങ്ങാൻ തീരുമാനിച്ചു. കാരണം മറ്റൊന്നുമല്ല, അതിന്റെ ശരിക്കുള്ള മൂല്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇപ്പോൾ അതിന്റെ ഓണർ 60 ലക്ഷം രൂപയായിരുന്നു അതിന്റെ മോഹവില കണക്കാക്കിയിരുന്നത്. എന്നാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതോ വെറും 20 ലക്ഷം രൂപ മാത്രം. എന്നാലും ആ പ്ലോട്ട് വാങ്ങണം എന്ന ആഗ്രഹം അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം തന്റെ ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സ്, റിലേറ്റീവ്സ്, അങ്ങനെ അറിയാവുന്ന എല്ലാവരെയും വിളിക്കുകയും സംസാരിക്കുകയും എങ്ങനെയൊക്കെയോ ക്യാഷ് ഒപ്പിച്ച് 60 ലക്ഷത്തിന് ആ പ്ലോട്ട് തൻ്റെ പേരിൽ എഴുതിച്ചു. എന്നാൽ എല്ലാ മാസവും അദ്ദേഹം ആരിൽ നിന്നൊക്കെ ക്യാഷ് വാങ്ങിയോ അവർക്കൊക്കെ 6000 രൂപ പലിശയായി കൊടുത്തുകൊണ്ടേയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞറിഞ്ഞു അദ്ദേഹം അതേ പ്ലോട്ട് ഒരു ഡീലറിന് വിറ്റുവെന്നും അതും 1,40 ലക്ഷം രൂപയ്ക്ക് വിറ്റുവെന്നും. ഇനി ഈ കഥ ഇവിടെ പറയാൻ കാരണം, നമ്മൾ മിഡിൽ ക്ലാസ് ലോൺ എടുക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. തുടക്കത്തിലെ നമ്മൾ കേട്ടു വളർന്നതും അത് തന്നെയാണ്. മോനെ, ലോൺ എടുത്താൽ അത് അടച്ചടച്ച് തന്നെ നിന്റെ ജീവിതം തീരും. എന്നാൽ ഇനി ബിസിനസ് ന്യൂസുകളിലേക്ക് ഒന്ന് നോക്കിയാലോ? അദാനി ഗ്രൂപ്പ് ഇത്ര ലോൺ വാങ്ങി, അംബാനി ഗ്രൂപ്പ് ഇത്രയും ലോൺ വാങ്ങി, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാണാറുള്ളത്? ലോൺ എടുക്കുന്നത് ഒരു തെറ്റായ കാര്യമാണെങ്കിൽ പണക്കാരെല്ലാം എന്തിനാണ് ലോൺ വാങ്ങുന്നത്? പണക്കാർ വാങ്ങുന്ന ലോണും കോമൺ മാൻ വാങ്ങുന്ന ലോണും തമ്മിൽ എന്താ വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ഒരു കാർ ലോൺ എടുത്തായിരിക്കും അത് വാങ്ങുക. ബാങ്കും നമുക്ക് ഈസിയായി ആ ലോൺ തരികയും ചെയ്യും അല്ലേ? എന്നാൽ അത് കഴിഞ്ഞു വർഷങ്ങളോളം എല്ലാ മാസവും EMI കെട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു പണക്കാരൻ ലോൺ എടുത്താലോ ആ പണം ഉപയോഗിച്ച് തന്റെ ബിസിനസിനെയും അതിന്റെ ഗ്രോത്തിനെയും ഇനിയും ഇംപ്രൂവ് ചെയ്യുന്നു. അവർ ലോൺ എടുക്കുന്നത് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും വളരെ ഡീറ്റെയിൽഡ് ആയി എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലോൺ 2 വിധമുണ്ട്. ഒന്ന് ഗുഡ് ലോണും മറ്റൊന്ന് ബാഡ് ലോണും. ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ കോമൺ മാൻ
ബിസിനസ്മാനും ലോൺ എടുത്ത് മറ്റുള്ളവരുടെ ക്യാഷ് യൂസ് ചെയ്യുന്നു. ബിസിനസ്മാൻ എടുക്കുന്നത് ഗുഡ് ലോൺ, എന്നാൽ നമ്മൾ കോമൺ മാൻ എടുക്കുന്നത് ഒബ്വിയസ്ലി ബാഡ് ലോൺ. കാരണം നമ്മൾ ലോൺ എടുത്ത് ലയബിലിറ്റീസ് വാങ്ങുന്നു, എന്നാൽ ബിസിനസ്മാൻ ലോൺ എടുത്ത് അസറ്റ്സ് വാങ്ങുന്നു. ഇത് തന്നെയാണ് സക്സസ് പീപ്പിളിന്റെ സെക്കൻഡ് സീക്രട്ട്. മറ്റുള്ളവരുടെ ക്യാഷ് കൊണ്ട് തങ്ങളുടെ ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യുന്നു. ഇനി പോയിന്റ് നമ്പർ 3, അതേഴ്സ് പീപ്പിൾ ടൈം. ശുഭത്തിന്റെ ചെറുപ്രായത്തിൽ അവന്റെ വീടിനടുത്ത് ഒരു പണക്കാരനായ അങ്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാത്തിനും ജോലിക്കാരുണ്ടായിരുന്നു. കുക്കിങ്ങിന്, ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതിന്, വീട് ക്ലീൻ ചെയ്യുന്നതിന്, അങ്ങനെ എല്ലാത്തിനും അദ്ദേഹം തന്റെ വീട്ടിൽ ആളുകളുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കാനിടയാക്കിയ ശുഭം ഒരു ദിവസം തന്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ ചെറിയ പണിക്കൊക്കെ എന്തിനാ അദ്ദേഹം പണിക്കാരെ വെച്ചേക്കുന്നത്? ഇതെല്ലാം തനിയെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇതിന് മറുപടിയായി ശുഭത്തിന്റെ അച്ഛൻ മറുപടി പറഞ്ഞത്, 4 കാശ് കൈ വന്നാൽ പിന്നെ ഇങ്ങനെയാ മോനെ പണക്കാരന്റെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും. ഇത് കേട്ട ശുഭം കരുതിയത്, ജോലിയെല്ലാം ജോലിക്കാരെ ഏൽപ്പിച്ച് അങ്കിൾ നല്ല ജോളിയായി റിലാക്സ് ചെയ്യുകയായി. എന്നാൽ ഒരു ദിവസം ശുഭത്തിന് കാര്യം മനസ്സിലായി. അവൻ കരുതുന്നത് എല്ലാം തെറ്റാണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം മറ്റു ജോലികൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് സമയം തന്റെ കമ്പനിയുടെ ഗ്രോത്തിനായി 100% കൊടുക്കാനും കഴിഞ്ഞു. കാരണം അദ്ദേഹം ജോലിക്ക് വെച്ച ആളുകളുടെ സാലറിയേക്കാൾ വാല്യൂ തന്റെ സമയത്തിനുണ്ട് എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. നമ്മൾ എല്ലാവർക്കും 24 മണിക്കൂർ സമയം മാത്രമാണുള്ളത്. ഹൈ അച്ചീവേഴ്സ് എന്താണ് വിശ്വസിക്കുന്നത് എന്നാൽ ലിമിറ്റഡ് ടൈമിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ നിന്നാൽ ടൈമിന്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഇത് സക്സസ് പീപ്പിളിന് നല്ലതുപോലെ അറിയാം. അവർ അവരുടെ ജോലികൾ മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുന്നു. എന്നിട്ട് അവർ കൂടുതൽ ഫോക്കസ് കൊടുത്ത് കൂടുതൽ വാല്യൂ ഉള്ള കാര്യങ്ങൾ ചെയ്ത് അവർ അവരുടെ ഗ്രോത്ത് കൂട്ടുന്നു. 4th പോയിന്റ് ഈസ് their network. Your network is your net worth. ഈ ലൈൻസ് നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണുമല്ലോ. ഒബ്വിയസ്ലി ഈ വരികൾ തികച്ചും സത്യമാണ്. മറ്റുള്ളവരോട് ഒരു നല്ല റിലേഷൻഷിപ്പ് വെച്ച് ഒരു നല്ല നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ തനിയെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങൾ ഉപഭോക്താക്കൾക്ക് അത്യാവശ്യമായ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചു, എന്നാൽ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയില്ല. എന്നാൽ ഈ കാര്യങ്ങൾ നല്ലതുപോലെ അറിയാവുന്ന ഡിജിറ്റൽ മാർക്കറ്ററായ ഒരു സുഹൃത്തിനോട് നിങ്ങൾ സഹായം ചോദിച്ചു എന്നിരിക്കട്ടെ. അവരുടെ കാര്യം പറയണ്ടല്ലോ, നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽസും കൂടും. ഇവിടെ നിങ്ങളുടെ ഒരു നല്ല റിലേഷൻഷിപ്പ് വേണ്ട വിധം ഉപയോഗിച്ചതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം വളരെ അനായാസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയും നിങ്ങൾക്ക് വിജയിക്കാനും സാധിച്ചു. ഇതിനർത്ഥം ഒരു നല്ല റിലേഷൻഷിപ്പും ഒരു നല്ല നെറ്റ്വർക്കും ഉണ്ടാക്കുന്നത് നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണോ? അല്ല. ഇവിടെ ഒരു വിൻ ആൻഡ് വിൻ സിറ്റുവേഷൻ ആയിരിക്കണം. അതായത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന്. ഇനി പോയിന്റ് നമ്പർ 5, their knowledge. എന്നോട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, ജോലിക്കൊപ്പം എങ്ങനെ യൂട്യൂബ്, അനിമേഷൻ, വോയിസ് ഓവർ, വെബ് ഡെവലപ്മെന്റ് എല്ലാം കൂട്ടിക്കുഴച്ച് ചെയ്യുന്നത്? എന്നാൽ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? അല്ല. എൻ്റെ ജോലി സ്ക്രിപ്റ്റിങ്ങും കണ്ടന്റ് ഐഡിയയും മാത്രമാണ്. എൻ്റെ ക്യാപിറ്റൽ വെച്ച് നല്ല പ്രൊഫഷണൽസിനെ സമീപിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിലൂടെ അവരുടെ എക്സ്പീരിയൻസും നോളജും ഞാൻ ഉപയോഗിക്കുന്നു. ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ചെയ്താലും ഒന്നിലും മാസ്റ്റർ ആകാനും പറ്റില്ല. ഞാൻ ആകെ ചെയ്യുന്നത് കണ്ടന്റ് ഐഡിയ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ബാക്കി ജോലികളെല്ലാം അതിൽ എക്സ്പേർട്ടായ ആളുകളുടെ നോളജും എക്സ്പീരിയൻസും ആൻഡ് സ്കിൽസും ഉപയോഗിച്ച് ഞാൻ ചെയ്യിക്കുന്നു. ഇതിലൂടെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സമയവും ലഭിക്കുന്നു. അതുപോലെ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ ഷെയർ ചെയ്യുന്നവരാണ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, കൺസൾട്ടൻസ്, സ്കിൽഡ് എംപ്ലോയീസ്, കോച്ചസ്, മെന്റേഴ്സ്. ഇവരെല്ലാം നമ്മുടെ ബിസി ഷെഡ്യൂളിലെ മാസക്കണക്കിന് ടൈം കൊടുത്ത് ഒരു വിഷയത്തിൽ എക്സ്പെർട്ട് ആകുന്നതിനേക്കാൾ നല്ലത് എക്സ്പെർട്ടായ വ്യക്തിയിൽ നിന്ന് അവരുടെ നോളജും സ്കിൽസും നിമിഷങ്ങൾക്കുള്ളിൽ കിട്ടിയാൽ എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ? 6th പോയിന്റ്, അതേഴ്സ് പീപ്പിൾ ടൂൾ. ടെക്നോളജി ഓരോ ദിവസവും വളർന്നു വരികയാണ്. ഇതിലും നല്ല ലിവറേജ് വേറെ എന്താണുള്ളത്? പണ്ടൊക്കെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നാൽ അത് ഉപഭോക്താക്കളിൽ എത്തിക്കാൻ നന്നേ പാടുപെടണമായിരുന്നു. എന്നാൽ ഇന്നോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങില്ല. ഇതെല്ലാം യൂസ് ചെയ്ത് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സിനെ ഒരു നിമിഷം കൊണ്ട് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമോ, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഇങ്ങനെ എന്തായാലും സോഷ്യൽ മീഡിയ കറക്റ്റായി യൂസ് ചെയ്തു എന്നാൽ നിങ്ങൾക്കും ഒരുപാട് ഇൻഫർമേഷൻസും കിട്ടും. ഈസിയായി സക്സസ്സും ആകാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഏത് പോയിന്റാണ് നിങ്ങൾക്ക് യൂസ് ആകും എന്ന് തോന്നുന്നത് അത് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദിയോടെ യുവർ അമൽ ജോയ് സൈനിങ് ഔട്ട്.